പുതിയതായിട്ട് വന്നിരുന്ന പോലീസുകാരനെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാന്ന് പറയുന്നത്. പതുക്കെ പറ. എന്നുവെച്ചാ നമ്മളെ കൊല്ലുവന്ന്. നീ മിണ്ടാതെ കേട്ടോ. എടാ നീ ഇതെവിടെയാ? എത്ര നേരം പടം ഇപ്പൊ തുടങ്ങും. നീ ഇതെവിടെയായിരുന്നു? എടി ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം? രജനീകാന്ത് നെൽസൺ അങ്ങനെ കമ്പാക്ക് എടുത്തിട്ടില്ല. അത് ചരിത്രം. നീ ഇങ്ങനെ വാ. ചരിത്രമൊക്കെ അവിടെ കിട്ടെ. നീ എന്നെ ഒന്ന് കേക്ക്. ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പൊ ഇതുവരെ ഇറങ്ങാത്ത രജനീകാന്ത് പടത്തിന്റെ പോസ്റ്റർ നീ കണ്ടു? പടത്തിന്റെ പേര് വേട്ടക്കാരൻ. അത് വിജയ് പടം. മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായോ? എടി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം റീൽ ചെയ്ത് ഓർക്കണ്ടെന്ന് മറക്കാൻ പറ്റുമോ? അനിരുദ്ധിന്റെ അല്ലേ? ഓരോ 6 മാസം കൂടുമ്പോഴും ഓരോ ഹിറ്റോട് പുള്ളി വരൂലേ? ഇപ്രാവശ്യം വിത്ത് മലയാളം ലിറിക്സ്. മലയാളം മാത്രോ? മഞ്ജു വാര്യരില്ലേ? എന്താ സ്റ്റൈല്, എന്താ സ്വാഗ്. പാട്ടില് രജനീകാന്തിന്റെ അതേ ഡോമിനേഷൻ മഞ്ജു വാര്യർക്കുണ്ടായിരുന്നു. എന്താടാ? എന്താ? ഒക്ടോബർ 10 നമുക്ക് എന്തായാലും ലീവ് എടുക്കണം. ഒക്ടോബർ 10 എന്താ? വേട്ടയ്ക്ക് റിലീസ് അല്ലേ? ജയിലർ കഴിഞ്ഞിട്ട് ഏതെങ്കിലും FTFS പോയിട്ടുണ്ടോ? എന്താ കഥ? എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഡയറക്ടർ ഞാനവേ ജയ്ഭീമിന്റെ ഡയറക്ടർ. ക്വാളിറ്റി ഉറപ്പല്ലേ? കോട്ടൺ ഡ്രാമയാണ്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമിതാഭ് ബച്ചനൊക്കെ ഉണ്ട്. അമിതാഭ് ബച്ചൻ ഉണ്ട്. ഞാൻ വരുന്നുണ്ട്. അപ്പൊ സെറ്റ്. നീ ഇതിനു മുമ്പ് എന്തോ പറഞ്ഞില്ലേ ഒരു സ്വപ്നം കണ്ടത്? ഇത് വേട്ടക്കാരനോ? ഈ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വരുന്ന നായകനുള്ള അതിതാ? എടി നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. നീ അങ്ങോട്ട് നോക്കിയേ.